ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തൊരു ശനിയാഴ്ച ഉള്ള വീഡിയോ. അപ്പോൾ ഞാൻ അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് കടന്ന് എന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ റിയാസ്ക്കാക്കും വയ്യാത്തതുകൊണ്ട് റിയാസ്ക്ക് ഇന്ന് ഓടാനൊന്നും പോയിട്ടില്ല. പിന്നെ ഒരു വാടക കിട്ടിയപ്പോൾ അങ്ങനെ പോയി. റിയാസ്ക്കാക്ക് വയറിന് ഭയങ്കര ഒരു അസ്വസ്ഥത കേട്ടോ. ഇന്നലെ മുതൽ ഫുഡൊന്നും കഴിക്കണമില്ല. എന്താണെന്ന് പറ്റിയെന്നറിയില്ല. ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റാണ് തോന്നുന്നു. ഞാൻ എന്നിട്ട് ജീരകവെള്ളം വെച്ച് കൊടുത്തു, ഗുളിക കൊടുത്തു, എന്നിട്ട് സമാധാനമില്ല കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഫാത്തിമക്കുട്ടി ഇവിടെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നിങ്ങനെ കണ്ണിങ്ങനെ ചിമ്പി കേട്ടോ. കടന്നിട്ട് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടങ്ങറാണ്. രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് രാത്രി ഫാത്തിമക്കുട്ടി ഉറങ്ങുമ്പോൾ നേരെ ഒരുപാടാവും. അതാണ്. പിന്നെ റിജിക്കുട്ടിക്കും കുറച്ച് വയ്യാത്ത പോലെ, അതുകൊണ്ടാട്ടോ രാത്രി തീരെ സമാധാനമില്ലാണ്ട് ഉറക്കില്ല. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷാജിദാനെ കുറിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമല്ല ഓരോ ഇതിൽ ജീവിക്കണത്. അവരെന്തോ ആയിക്കോട്ടെ, ഞാൻ പിന്നെ അതിലൊന്നും ഇടപെടാനൊന്നും പോയില്ല. നമ്മുടെ കാര്യം നോക്കാൻ മിണ്ടാണ്ടിരിക്കുക, നമ്മുടെ പാടെ വീതിയെ വെറുതെ അടുക്കുക. അവർ കല്യാണം കഴിക്കുകയെ എന്തോ ആവട്ടെ, ആൾക്കാർക്ക് എന്താ പറയാൻ, ഇത്തിരി കിട്ടി ഇത്ര ആക്കും. ഇപ്പോൾ എല്ലാവരും അതിൽ പിടിച്ച് കയറിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ബാഡ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഇനി അതിൻ്റെ പിറകിലായിരിക്കും കുറേ ദിവസം ആളുകൾ ഓടുക കേട്ടോ. അതൊരു കണ്ടൻറ്റ് ആക്കിയിട്ടായിരിക്കും. അവൾക്ക് അഹങ്കാരം കൂടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വിധവ എന്നുള്ള പേര് പോയി, കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ചെക്കനെ ഞാൻ കണ്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും അവർ സന്തോഷം ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കട്ടെ. അവരും മക്കളൊക്കെ ചേർന്നില്ലേ. നമ്മളവൻ്റെ കാര്യത്തിനേ ഇല്ല. അവൻ്റെ കാര്യം നോക്കി അവർ ജീവിക്കട്ടെ, നമ്മുടെ കാര്യം നോക്കി നമ്മളും ജീവിക്കുക. ഈ കുറ്റം പറയണവരും കുറവ് പറയണവരൊന്നും നമുക്കൊരു എന്താ പറയുക താങ്ങായിട്ടും സപ്പോർട്ടായിട്ടും വരില്ല. അവർക്കൊക്കെ കുറ്റം പറയാൻ മാത്രമേ കഴിയുള്ളൂ. മറ്റുള്ളവരെ എന്താ പറയുക സഹായിക്കാനോ ഒന്ന് തളരുമ്പോൾ കൂടെ നിൽക്കാനോ ഒന്നും അവർ വരില്ല. അവർ ഇങ്ങനെ ബാഡ് കമൻറ്റ് കിട്ടുമ്പോൾ ഇങ്ങനെ അതിലിങ്ങനെ പിടിച്ചങ്ങോട്ട് കയറും. അതാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രം. അവളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഇടങ്ങേറില്ല ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ, അതുകൊണ്ട് ഇട്ടെന്ന് മാത്രം കേട്ടോ. ഞാൻ പിന്നെ അതങ്ങനെ വിട്ടു. ഞാൻ അതിൻ്റെ ഒപ്പം ഒന്നിനുമില്ല. എൻ്റെ കാര്യം തന്നെ കടക്കിട്ട് തീരാണ്ട് ഇനി അതിൻ്റെ പിന്നാലെ പോണില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക അല്ലേ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളതിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക. മറ്റുള്ളതിൻ്റെ കാര്യത്തിന് ഒന്നിനും പോകാൻ പാടില്ല. നമ്മൾ മരിച്ചു പോയി നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ പോകണം. ഈ പറയണവരും ആരും നമ്മുടെ കൂടെ വരില്ല, ഒന്നിനും വരില്ല. നമ്മൾ എന്താ പറയുക, നമ്മുടെ ജീവിതം നമ്മൾ തന്നെ എന്താ പറയുക പണിയെടുത്താൽ നമുക്കുള്ളത് ജീവിച്ച് തീർക്കാമെന്ന് പറഞ്ഞ പോലെ നമ്മൾ സമ്പാദിച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, അത്ര തന്നെ. വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ അധ്വാനിച്ച് നമ്മുടെ ഭർത്താവ് നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ആരുടെ കണ്ടിട്ടും നമ്മളിവിടെ വെള്ളമിറക്കി നിന്നിട്ടും കാര്യമില്ല, ഒന്നും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. എല്ലും മുറയെ പണിയെടുത്താൽ പല്ലും മുറയെ തിന്നാന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ അധ്വാനിക്കണം. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കാര്യമായിട്ട് വീഡിയോസൊന്നും ഇവിടെ അറിയൊക്കെ ഒരു കോഴിക്കോട്ടുകാരനാണ് അല്ലേ കല്യാണം കഴിക്കാൻ പോകണമെന്നൊക്കെ പറയുന്നത്. ഗൾഫുകാരനാണെന്നൊക്കെ പറയുന്നത്. ചെക്കൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണാനൊന്നും. ഇനി ഗൾഫായതുകൊണ്ട് തന്നെ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എന്തായാലും സന്തോഷം ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആൾക്കാർ കുറേ ദിവസം അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടും. അതാണ് എനിക്ക് ആലോചിക്കും ചെറിയ എന്തോ ഒരു ഇത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണ പോലെയുള്ള ആൾക്കാർ. അങ്ങനെ എന്താ പറയുക. അപ്പം പിന്നെ എന്താ നിങ്ങളുടെയൊക്കെ വിശേഷം? നമ്മുടെ സബ്സ്ക്രൈബറിനോട് നമ്മൾ സുഖം എന്താ ചോദിക്കാൻ വിട്ടുപോയി. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരും പുറത്തുള്ളവരും നമ്മുടെ ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് കേട്ടോ. അപ്പോൾ അതാ കുട്ടികളൊക്കെ പുറത്ത് കളിക്കുകയാണ്, അമ്മയും പുറത്തുണ്ട്. ഞാനപ്പോൾ കുറച്ച് നേരം നിസ്കരിച്ച് അങ്ങനെ അവിടെ കടന്ന് കുറച്ച് നേരം ആ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അടുക്കളയിലേക്ക് വന്ന കേട്ടോ. അപ്പോൾ റജിക്കുട്ടി കുറേ ദിവസമായി പായസം ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബെല്ലുണ്ട് അംഗനവാടിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതും കൂടെ കുറച്ച് പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാമല്ലേ. പിന്നെ ഫാത്തിമക്കുട്ടി ഉറങ്ങും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബെല്ലുണ്ട് അംഗനവാടിയിൽ നിന്ന് കിട്ടിയ കേട്ടോ. അപ്പോൾ റജിക്കുട്ടി പായസം വേണം. പായസം അവളുടെ ബർത്ത്ഡേ ആണ് ഇന്നല്ല കേട്ടോ. ബർത്ത്ഡേ നിന്നാണ് വിചാരിക്കുന്നത്. ഇന്നല്ല, ഡിസംബർ 13-ാം തീയതിക്കാണ്
അപ്പോൾ ഞാൻ കുറച്ച് മറ്റേ ഇതുണ്ട്, എന്താ അതിന് പറയാം, കുറച്ച് ചെറുപയർ പരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ പായസം എല്ലാവർക്കും ഇഷ്ടമാണ്, റിയാസ്ക്കാർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. നല്ല മധുരം ഇടണം, നല്ല കഴിക്കുള്ളൂ. റിയാസ്ക്ക് അല്ലെങ്കിൽ കഴിക്കില്ല കേട്ടോ, മധുരം കുറവാണെങ്കിൽ കഴിക്കില്ല. അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കട്ടെ കേട്ടോ. മധുരം നല്ല വേണം. അപ്പോൾ റിൻസിനോൾക്ക് നല്ല മധുരം വേണം കേട്ടോ, നല്ല അവള് തിന്നു. അവളെ കൊണ്ട് അവിടെ മാത്രമല്ല റിയാസ്ക്ക് നമുക്ക് കേട്ടോ നല്ല മധുരം വേണം. പക്ഷെ ഞങ്ങൾക്കും മധുരേ പാടില്ല. ഇതൊക്കെ ഇടണ 4 ഇഞ്ച് മതിയോ? 5 ഇഞ്ച് ബാക്കി ഇനി ഒന്നല്ലേ ഉള്ളൂ, പിന്നെ അതായിട്ട് ബാക്കി വെക്കണം. ഞാൻ ഒന്നിരിക്കട്ടെ അല്ലേ ബർക്കത്തി. അപ്പം ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് വെക്കട്ടെ കേട്ടോ. കുറച്ച് തട്ടാപ്പരിപ്പ് ഇതൊന്ന് ഇങ്ങനെ ഇത്തിരി ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയാൽ നല്ല ഒരു പച്ചക്കുത്തൽ അങ്ങോട്ട് പോവും. ഇനി ഇത് ഒന്ന് ചൂടാക്കിയിട്ട് നല്ല കഴുകിയിട്ട് വെള്ളമാക്കി ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. തേങ്ങ ചള്ള് തേങ്ങ കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ഒരു മുടിയും കൂടി ചിരണ്ടി എടുക്കണം. തേങ്ങ ചിരണ്ടിയപ്പോൾ തേങ്ങ കുറച്ച് തിന്നു കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇതിൽ പിന്നെ ഏലക്കായൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്ന് വറുത്തതിലൊക്കെ ഇടുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഷ്ടമുണ്ടോ അണ്ടിപ്പരിപ്പ്? വെറുതെ അങ്ങനെ തിന്നു, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വേഗട്ടെ കേട്ടോ. നമുക്ക് റെജിക്കുട്ടിൻ്റെ കുസൃതി നോക്കത്തില്ല. അപ്പോൾ റെജിക്കുട്ടി എന്നെ മേക്കപ്പ് ഇട്ട്, എനിക്ക് മേക്കപ്പ് ഇട്ട് തരാം കേട്ടോ റെജിക്കുട്ടി. ഞാൻ അവൾക്ക് എന്നെ ഒരുക്കാട്ട് എന്താണ് മേക്കപ്പൊക്കെ ചെയ്ത് തരണം. എനിക്ക് വയ്യ. നോക്കടി എൻ്റെ കുട്ടി മേക്കപ്പ് ഇട്, ശരിക്കും ഇട് ഇടയ്ക്ക്. കയ്യൊക്കെ മേലൊക്കെ ചൂടുള്ള പോലെ ഉണ്ടല്ലോ, പനിക്കണ്ടാ? എൻ്റെ മുഖത്താള് പൗഡർ ഇട്ട് നിൽക്കണ്ട, പൗഡറിനൊക്കെ കൊട്ടി കൊട്ടി തീർക്കിട്ടു. എനിക്ക് പൗഡർ വേണ്ട, അമ്മ കറുത്ത് പോകും പൗഡർ ഇട്ട, കറുത്ത് പോകും പൗഡർ ഇട്ട. ഓ സുന്ദരി കുട്ടിയാവോ? പാട്ട് പാടിക്കാം, പാട്ട് പാടിക്കാം. കമ്മിച്ചൊന്നും വേണ്ട അമ്മക്ക്, കമ്മിച്ചൊക്കെ ഇട്ടിട്ട് എവിടേക്ക് പോകണം. ഞാനൊരു അവതാ പിച്ചക്ക് ലിപ്റ്റിക്ക് പറയണേ, പിച്ചക്ക് എവിടെ? എനിക്ക് പിച്ചക്കൊന്നും ലിപ്റ്റിക്കിനെ പിച്ചക്ക് എന്നാ പറയട്ടെ അവള്. അപ്പൊ റെജിക്കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആകാൻ പോട്ടെ. എനിക്ക് മേക്കപ്പ് ചെയ്തിരുന്നാള് എന്നാ എന്നെ ഒന്ന് പോക്കാട്ടി ആക്കോ. തീർത്ത വെച്ചിട്ട് നിന്റെ തല്ലി എങ്ങനെ ആക്കണം? എങ്ങനെ ആക്കണത്ര? അതിനെ എവിടെ നീ എൻ്റെ ചുണ്ടിലിട്ടിട്ടില്ലല്ലോ. അവിടെ വായി പോകട്ടെ. ഇതൊക്കെ ആരെ പഠിപ്പിച്ചത് എനിക്ക്? ഞാൻ നിശ്ചയാ അവള് ഒറ്റക്ക് പഠിച്ചാള്. ഒക്കെ ഇട്ടിട്ട് എൻ്റെ കുട്ടി എനിക്ക് ലിപ്റ്റിക്ക് ഇട്ടെന്ന് അല്ലേ? ഇത് കണ്ണില് വായിലിട്ട് കൊടുക്കട്ടാ, കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്ക. നോക്കട്ടെ, അവള് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യും. ഇത് കാണിച്ചു കൊടുക്കാതിരിക്കും. ഇതാണ് ഞാൻ ഇമ്മാക്ക് ഇട്ട് കൊടുക്കാൻ പോണോണ്ട് കാണിച്ച് പറയും. കണ്ണടിച്ചു കൊടുക്ക. എന്നെ പേയാക്കും തോന്നുന്നു.
ആ അവളുടെ ആട്ടത്തിൽ നിന്നാലേ നോക്കടി അങ്ങനെ പരത്തി വെച്ച്. ശരി, നല്ല ഭംഗിയുണ്ട് അല്ലേ റജിക്കുട്ടിന്റെ മേക്കപ്പ്? ആ റജിക്കുട്ടി ചെയ്ത മേക്കപ്പ്. ഇനി നമുക്ക് ചൂടോടെ പായസം കുടിക്കാം അല്ലേ? നോക്കിക്കോട്ടെ, അത് കറക്റ്റ് ആയിട്ട് നോക്കട്ടെ. കണ്ണിലേക്ക് പെട്ടിന്റെ കണ്ണിലിടറി പെണ്ണല്ലേ വർഗം. ഞാൻ എൻ്റെ ചെറുപ്പത്തും കൂടെ ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടില്ല കേട്ടാ. അതിനു വേണ്ടിതാ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. പനിയാണ് കേട്ടോ എൻ്റെ കുട്ടിക്ക്, പനിക്കുന്നുണ്ട്, മേലൊക്കെ ചൂട്. പായസം തെറ്റാ എൻ്റെ കുട്ടിക്ക്, പായസം തെറ്റാ. പായസം എടുത്തിട്ടാ. അപ്പൊ ഞാൻ പായസം എടുത്തിട്ട് അവൾക്ക് എന്നെ അതാ ഒരുക്കി. എൻ്റെ കണ്ണൊക്കെ പോയി ഒരുക്കിയിട്ട്. വിസിൽ പോവാത്ത കാരണം കൊണ്ട് പതവരി കേട്ടോ, കുറച്ച് വെള്ളം അധികമായി. ഇതിൻ്റെ കുക്കറൊക്കെ പുതിയതാക്കണം, പഴയ കുക്കറാണ്. അപ്പോൾ ഇവിടെയൊക്കെ 18 കൊല്ലം ഈ മോളെ കുക്കർ വെച്ച്. ഇതൊക്കെ ഇടും. പായസം കുടിക്കാൻ വേണ്ടി ഒരു ബഹളോട്ടോ അവിടെ എല്ലാവരും. കുറച്ച് മധുരം അധികം ഇരിക്കട്ടെ. എല്ലാം നടക്കും. ചെത്തടണ്ട, കാത്തിൻകുട്ടി ഉറങ്ങിക്കോട്ടെ. ചൂട് നമ്മുടെ കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം ഇവിടെ റെഡി. മിക്കും ചൂടായതുകൊണ്ട് കുറച്ചീച്ച വീത്തണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് 3 ആൾക്കൂട്ടാ. ആ അപ്പോൾ ഓരോന്നോരോന്ന് എടുത്തോളൂ. കുടിച്ചിട്ട് ചൂടുണ്ടാവും കേട്ടാ. ഞാൻ ചൂടുള്ളോട് തിരിച്ച് വീത്തിയിട്ടുള്ളൂ. കുടിച്ചിട്ട് എങ്ങനെയുണ്ട് പറയൂ മക്കളെ, എങ്ങനെയുണ്ട്? അയ്യോ എങ്ങനെയുണ്ട്? എന്താ ഇഷ്ടപ്പെട്ടാ? റൈസിൻ്റെ ഫ്രണ്ടാട്ടോ അത് അല്ലേ? ഫ്രണ്ടല്ലേ, എന്താ പേര് പറഞ്ഞു കൊടുക്ക് ഫ്രണ്ടിൻ്റെ? സാൽവിൻ. ഒരു പാട്ട് പാട്, പാട്ട് പാടാ. എത്രയിലാ പഠിക്കണേ? അവൻ്റെ ഫ്രണ്ടാട്ടാ. റൈസ് 2-ല്. പക്ഷെ രണ്ടാളും ഒരേ ഹൈറ്റ് പറ്റുള്ളൂ അല്ലേ? അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. റജിക്കുട്ടി നോക്കും. ഇങ്ങോട്ട് വാ, അപ്പുറത്ത് വാ, അപ്പുറത്ത് വാ, കാണിക്ക്. ഇങ്ങോട്ട് വാ, അപ്പുറത്ത് വാ, ഇവിടെ വാ. മതി പറ, ലേക്ക് തരാൻ പറ. ചൂടുണ്ട്, ഇതിൽ വെച്ച് കുടിച്ചോന്നു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്. നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.